അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം കേട്ടത്. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയ കൂറിൽ സഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലീസബത്ത് എന്ന് പേരായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലീസബത്ത് മച്ചി ആയിരുന്നതുകൊണ്ട് അവൾക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സഖര്യാവും എലീസബത്തും വയസ്സ് ചെന്നവരായിരുന്നു. ഈ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനാകുന്നത്. ദൂതൻ സഖര്യാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയിരിക്കുന്നു. അവരുടെ വിവാഹം എന്ന് കഴിഞ്ഞു കാണുമെന്ന് നമുക്കറിയില്ല. കുറഞ്ഞത് 20ഉം 18ഉം വയസ്സുള്ളപ്പോൾ അവർ വിവാഹിതരായി കാണും. അന്ന് മുതൽ ഇരുവരും പ്രാർത്ഥിക്കുകയാണ്, ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരയണമേ എന്ന്. അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയോ ദൈവം ദൂതനെ വിട്ട് ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. അവർ പാപികളായതുകൊണ്ടല്ല കുഞ്ഞിനെ ലഭിക്കാതിരുന്നത്. ബൈബിൾ അവർക്ക് സാക്ഷി നൽകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണല്ലോ. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ന്യായപ്രമാണം അനുസരിക്കുന്നവരുമായിരുന്നു. എന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ: ദൈവത്തിൻ്റെ സമയം ആയില്ല. അവർ ഇരുവരുടെയും പ്രാർത്ഥന കൃത്യസമയത്ത് തന്നെ ദൈവം സ്വീകരിച്ചു, എന്നാൽ മറുപടി കൊടുത്തിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവർക്ക് മറുപടി ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ തന്നെ കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ നിരാശപ്പെടുകയാണോ? അരുത്, നിരാശപ്പെടരുത്. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. സമയം തെറ്റുകയുമില്ല. മച്ചി എന്ന് പറഞ്ഞു വന്നവളാണ് എലീസബത്ത്. അവളിപ്പോൾ 6 മാസം ഗർഭിണിയാണ്. സാധാരണ കുഞ്ഞിനെയല്ല അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും യേശുവിൻ്റെ മുന്നോടിയായി അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും ധരിപ്പിക്കുന്നവനായ ഒരു കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനെ തന്നെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം താമസം വരുന്നോ അത്രയ്ക്കും ശ്രേഷ്ഠമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നത് ദൈവം നമ്മെ മറന്നതുകൊണ്ടല്ല, അവൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. ഓർക്കുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇല്ലായ്മയിൽ നിന്നുമുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനെ നമ്മുടെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുവാൻ അല്പം പോലും പ്രയാസം നേരിടുകയില്ല. അവൻ സകലതും നന്നായി ചെയ്യുന്നവനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പിറവിക്കുരുടൻ്റെ ജീവചരിത്രം കാണുവാൻ കഴിയും. ഇപ്പോൾ അവന് ഏറ്റവും കുറഞ്ഞത് 18 വയസ്സ് കാണും. ഇപ്പോഴും അവൻ കുരുടനാണ്, ജന്മനാ കുരുടൻ. എന്തുകൊണ്ടോ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം മാർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? അവരിൽ ആരോ പാപം ചെയ്തതുകൊണ്ടാണ് ഇവൻ കുരുടനായി ജനിച്ചതെന്ന് ശിഷ്യന്മാർ ഉറച്ച് വിശ്വസിക്കുന്നു. അതെ, നമുക്ക് അല്പം ബലഹീനതയും പ്രതിസന്ധിയും കടന്നു വരുമ്പോൾ അപ്രകാരം പ്രശ്നങ്ങളില്ലാത്തവർ നമ്മെ നോക്കി ചിന്തിക്കുന്ന അതേ ചിന്ത, എന്തോ കുഴപ്പം കൊണ്ടാണ് നമുക്കത് സംഭവിച്ചത് എന്ന ചിന്ത. എന്നാൽ കർത്താവ് ശിഷ്യന്മാരെ തിരുത്തി. ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തതുകൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ എന്നാണ് യേശു പറഞ്ഞത്. 18 വർഷക്കാലം കണ്ണ് കാണാത്തവനായി ഇവൻ ജീവിച്ചു. മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും ഏറ്റുകൊണ്ട് ദൈവനാമം മഹത്വത്തിനായി തന്നെ. കർത്താവ് ആ കുരുടനെ സാക്ഷ്യം കൊടുക്കുന്നു. യേശു അവനെ സൗഖ്യമാക്കി. വർഷങ്ങളായുള്ള അവൻ്റെ കഷ്ടത യേശു മാറ്റിക്കൊടുത്തു. യഹൂദന്മാർ പറയുന്നു, നീ പാപത്തിൽ പിറന്നവനെന്ന് കുരുടനെ നോക്കിക്കൊണ്ട്. യേശു പറയുന്നു, കുരുടനെ നോക്കിക്കൊണ്ട് അവൻ പാപിയല്ല എന്ന്. അതെ, യേശുവിൻ്റെ സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. നമ്മെക്കുറിച്ച് യേശു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം നാം വിനയമുള്ളവരായി നാം ജീവിക്കണം. എത്രയെല്ലാം ദൈവപ്രവൃത്തി താമസിച്ചാലും കർത്താവ് സഹായത്തിനായി തക്ക സമയത്ത് വരിക തന്നെ ചെയ്യും. മച്ചി എന്നാൽ
പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഉദരം എന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ കർത്താവ് ഒന്ന് നോക്കിയാൽ അവൾ മക്കളുടെ അമ്മയായ സന്തോഷത്തോടെ വസിക്കും. ജന്മനാ കുരുടനായ വ്യക്തി രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ യേശു അവനെ തൊട്ടാൽ ഉടൻ സൗഖ്യം നടക്കും. അതിന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, എത്ര നാൾ കാത്തിരിക്കണമെങ്കിലും കർത്താവെ ഞാൻ കാത്തിരിക്കാം, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് സെഖര്യാവിനും പിറവിക്കുരുടനും മറുപടി കൊടുത്ത കർത്താവ് ഹന്നയെ ഓർത്തതുപോലെ നമ്മെയും ഓർക്കും. അതിനായി നമുക്ക് വിശ്വാസത്തോടെയും അനുസരണത്തോടെയും കർത്താവിനായി കാത്തിരിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ വാക്തത്വ നിവൃത്തിക്കായി കാത്തിരിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.